ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് ബനി ഹാരിഥ അല്ലെങ്കിൽ മസ്ജിദുൽ മുസ്തറാഹ് എന്നൊക്കെ പറയുന്ന പള്ളി. ഈ ഒരു പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട് ചരിത്രകാരന്മാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഉഹദ് യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 700ഓളം സഹാബത്തും പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ യുദ്ധങ്ങളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തലക്ക് വെട്ടേറ്റു, മുൻപല്ല് അവിടുത്തെ ഷഹീദായി, മുഖത്ത് ആണികളൊക്കെ തറച്ച് കാര്യങ്ങൾ. റസൂലുള്ളാഹിൻ്റെ ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ, ഏറ്റവും കൂടുതൽ വിഷമിച്ച യുദ്ധങ്ങളിലൊന്നാണ് ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് മലയുടെ താഴ്വാരത്തുള്ള ഒരു പള്ളിയിൽ ഇരുന്നുകൊണ്ടായിരുന്നു അത്ര നിസ്കരിച്ചത്. കാരണം എണീൽക്കാനുള്ള ഒരു ആരോഗ്യം പോലും അവരിൽ പലർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് ഷഹീദായവരൊക്കെ മറവ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ നിന്ന് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ പള്ളിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബനി ഹാരിഥ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ അടുത്ത് ഇറങ്ങുകയും അങ്ങനെ ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയും അതൊക്കെ പരിക്കും പ്രയാസവും കാരണം നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പള്ളി